ഞാൻ ഡോക്ടർ ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്റർ ചീഫ് ഫിസിഷ്യനാണ്. കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായിട്ട് ഹോളിസ്റ്റിക് എന്ന പദത്തിലൂടെ രോഗശാന്തി നേടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയേറെ വർഷങ്ങളായി ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വാട്ട് ഈസ് ഹോളിസ്റ്റിക്? എന്താണ് ഹോളിസ്റ്റിക്? അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമഗ്രം എന്ന് പറയാം. ദി വേർഡ് മീനിങ് ഓഫ് ഹോളിസ്റ്റിക് ഇസ് സമഗ്രം എന്ന് പറയാം. അപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ എക്സാമ്പിളോട് മനസ്സിലാക്കും. ഒരു ക്ലാസ് റൂം മാത്രമാകുന്നതുകൊണ്ട് ക്ലാസ് ആകുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ്സ്, ബ്ലാക്ക് ബോർഡും ടേബിളും ഒക്കെ മാത്രമാകുന്നുണ്ട് ക്ലാസ് ആവുന്നില്ല. 30-ലേറെ കുട്ടികൾ കലവില കൂട്ടിയിരിക്കുന്നതുകൊണ്ട് ക്ലാസ് ആവുന്നില്ല. അവിടെ ഒരു അധ്യാപകൻ വേണം. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു സമഗ്രമായ ഒരു കൺസെപ്റ്റാണ് ഒരു ക്ലാസ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. കയ്യോ കാലോ സെപ്പറേറ്റ് ഓർഗൻസ് ആകുന്നതുകൊണ്ട് ശരീരമാകുന്നില്ല. ഇതിനെല്ലാം ചേർത്ത് ഒരു സമഗ്രമായ സമീപനത്തിലൂടെയാണ് ഹോളിസ്റ്റിക് മെത്തേഡിൽ രോഗിയെ പരിഗണിക്കുന്നത്. അവിടെ സ്പെഷ്യാലിറ്റിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇതെല്ലാം ചേർന്ന ഒറ്റ ഇൻ്റഗ്രിറ്റിയാണ്, ഒറ്റ യൂണിറ്റാണ് ഹ്യൂമൻ ബോഡി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ് മുറിയെക്കുറിച്ച് ചിന്തിക്കുക. ഇനി ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഓരോ കുട്ടികളെയും മുന്നിൽ വിളിച്ചിട്ട് അവർക്ക് വേണ്ടിയല്ല ക്ലാസ് എടുക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രമല്ല. ഷീ ഈസ് ടേക്കിംഗ് ക്ലാസ് ഫോർ ദി ഹോൾ ക്ലാസ്, ഹോൾ സ്റ്റുഡൻസ്. അപ്പം മൊത്തത്തിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾക്കും വേണ്ടി ഒന്നിച്ച് ക്ലാസ് എടുക്കുക. അപ്പോൾ അവിടെയും സമഗ്രം എന്ന് പറയുന്നത് ഇതെല്ലാത്തിനും കൂടെ ചേർത്തുള്ള ഒറ്റ കൺസെപ്റ്റാണ് സമഗ്രം എന്ന് പറയുന്നത്. എന്നാൽ അതിന് വിപരീതമാണ് സങ്കുചിതത്വം. സമഗ്രം എന്ന് പറയുന്ന ഹോളിസ്റ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സങ്കുചിതം. ഇന്ന് ചികിത്സാ മേഖലയിൽ ഈ സങ്കുചിതമായൊരു സമീപനമാണ് പലപ്പോഴും. ഓർഗൻ വൈസ് സ്പെഷ്യാലിറ്റീസ്, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഈ മെത്തേഡ് ഹോളിസ്റ്റിക്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്താൽ മതി. ഒരു 100 ഷർട്ട്, 100 വസ്ത്രങ്ങൾ, 100 റെഡിമെയ്ഡ്സ് തയ്ച്ചിട്ടിരിക്കുന്നു. 100 കുട്ടികൾ വന്നെടുത്തിരുന്നു. എല്ലാവർക്കും ഒരുപോലെ സൂട്ടബിൾ ആവണമെന്നില്ല. ചിലർക്ക് കയറാം പാകമായിരിക്കും, ചിലർക്ക് ടൈറ്റായിരിക്കും, ചിലർക്ക് ഇറക്കത്തി. അപ്പോൾ അതുപോലെ ആണ് റെഡിമെയ്ഡ് മെഡിസിൻസ്, റെഡിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെ കോമൺലി പ്രിപ്പയർഡ് മെഡിസിൻസ്. പക്ഷേ ഇൻ ഹോളിസ്റ്റിക് വാട്ട് വി ആർ ഡൂയിങ്, പ്രത്യേകം അളവെടുത്ത് തുന്നുന്ന തയ്യൽക്കാരൻ്റെ ഒരു സമീപനമാണ് ഹോളിസ്റ്റിക്. ഓരോ മനസ്സിനും ശരീരത്തിനും വ്യത്യസ്തമായ അളവുകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ ഔഷധങ്ങൾ എത്തിച്ചേർന്ന് ചികിത്സിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് സങ്കീർണത എന്ന് പറയുന്നൊന്നുമില്ല. ഇറ്റ് ഇസ് എസ്പെഷ്യലി സൂട്ടഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ആ വ്യക്തിക്ക് പ്രത്യേകമായിട്ട് ശരിയാക്കിയെടുക്കുന്ന ചികിത്സാ പദ്ധതിയാണ്, ചികിത്സാ രീതിയാണ് ഹോളിസ്റ്റിക്. അപ്പോൾ അവിടെ സങ്കീർണതയുടെ പ്രശ്നമോ അല്ലെങ്കിൽ അപാകതയുടെ പ്രശ്നമോ വീഴ്ചകളുടെ പ്രശ്നമോ ഒന്നും വരുന്നില്ല. അത് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ മനസ്സിൽ വെച്ചാൽ, ഒരു സ്ഥലത്ത് പോകുന്ന ആ സ്ഥലത്തെക്കുറിച്ച് ഉള്ള ലൊക്കേഷൻ ശരിക്കറിയാമെങ്കിൽ നമുക്ക് നേരെ വണ്ടി ഓടിച്ചങ്ങ് ചെന്നാൽ മതി, ഡ്രൈവ് ഡയറക്ട്ലി ടുവേഴ്സ് ദി പ്ലേസ്. അതുപോലെയാണ് വഴി അറിഞ്ഞ് ലക്ഷ്യമറിഞ്ഞ് ഉള്ളൊരു യാത്രയാണ് ഹോളിസ്റ്റിക്. നേരെ മറിച്ച് ലക്ഷ്യമറിയാതെ പോകും, വഴി തെറ്റിപ്പോകാം, പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. ഇതുപോലെയാണ് ഇന്ന് ചികിത്സാ മേഖലയിൽ നമ്മുടെ ഹോളിസ്റ്റിക് മെത്തേഡിൽ ശരിയായ അവബോധത്തോടെ, അറിവിൻ്റെ പിൻബലത്തോടെ, ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തോടെ എത്തിച്ചേരുന്ന ഒരു യാത്രയാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു നല്ല ട്രെയിനിങ്ങിൻ്റെ ആവശ്യമാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ആർക്കും ഹോളിസ്റ്റിക്കിലേക്ക് വരാൻ കഴിയുന്ന പ്രശ്നമില്ല. നിതാന്തമായ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം. ദർ ഈസ് എ ഡോക്ടർ ഇൻസൈഡ് മീ. എൻ്റെ ഉള്ളിൽ ഒരു ഡോക്ടറെ കൂടെ വെച്ചാണ് ദൈവം പ്രപഞ്ചത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നതെന്നുള്ള ആത്മവിശ്വാസം, അവബോധം. ബോഡി ക്യാൻ ക്യൂർ ഓൾമോസ്റ്റ് ഓൾ ദി കംപ്ലയിൻറ്റ്സ്. ശരീരത്തിന് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശരീരത്തിന് തന്നെ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഓൺലി തിങ് ഈസ് ദാറ്റ് ഒരു ഒറ്റ കാര്യമെന്ന് പറയുന്നത് മനസ്സ് സ്റ്റഡി ആയിരിക്കണം. മനസ്സെന്ന് പറയുന്ന മൈൻഡ് ഈസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓഫ് ദി ബോഡി. ഇപ്പോൾ വലിയ വില കൂടിയ കാർ മുറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാറ്ററി ശരിയല്ലെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഓടിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇത്ര വലിയ വിലപ്പെട്ട ശരീരം നമുക്കുണ്ടെങ്കിൽ പോലും അതിനെ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ
നമ്മുടെ മനസ്സ് അത്രത്തോളം പവർഫുള്ളാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഈ പവർഫുള്ളാക്കി എടുക്കുന്ന രീതിയാണ് ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശൈലി. ഇതിലൂടെ നിതാന്തമായിട്ട് നിരന്തരമായിട്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി എൻ്റെ ശരീരം ഇതാണ്, അത്യാപത്തോളം സംഭവിക്കാനുള്ളതല്ല ഈ ശരീരം എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ. അപ്പോൾ അതിലേറെ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹരിക്കാൻ ഹോളിസ്റ്റിക് എന്നുള്ളൊരു വാക്കുകൊണ്ട് തന്നെ കഴിയും. എല്ലാത്തിനും സമഗ്രമായി കാണാൻ കഴിഞ്ഞാൽ അവിടെ സംഘയുദ്ധം ഒരു പ്രശ്നം വരുന്നില്ല. ചെറിയ പനി മുതൽ ഇന്ന് നടക്കുന്ന ലോക മഹായുദ്ധം വരെ ഈ ഹോളിസ്റ്റിക് എന്ന പദം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള യാഥാർത്ഥ്യബോധം. പക്ഷേ നിരന്തരമായ ഒരു ശ്രമത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളണം, അത്രമാത്രം. നമസ്കാരം. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.